ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഒന്നുമല്ല, ഒരു സിമ്പിളായിട്ടുള്ള കഴിഞ്ഞ ദിവസത്തെ കഴിച്ചതും കുറിച്ചതുമായിട്ടുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 ദോശയാണ്, പിന്നെ സാമ്പാറും. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ചായ എന്ന് പറയുന്നത് കുറച്ച് മുന്നേ കുടിച്ചായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ അതെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതല്ല, ഒരു സിമ്പിളായിട്ടുള്ള വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ദോശയും അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ സാമ്പാറൊക്കെ ചേർത്തിട്ട് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ സാമ്പാർ എന്ന് പറയുമ്പോഴത്തേനും കുറച്ച് സ്പൈസി ആയിട്ടുള്ള സാമ്പാർ. അപ്പോൾ ഗാർലിക്കും അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ക്യാരറ്റും അതുപോലെ തന്നെ മുരിങ്ങക്കോലൊക്കെ ഇട്ടിട്ട് കുറച്ച് സ്പൈസി ആയിട്ട് കുറച്ച് എരിവ് കൂടുതലായിട്ട് റെഡിയാക്കിയിരിക്കുന്ന സാമ്പാറായിരുന്നു. അപ്പം അത് ഒരു 2 കഴിച്ചു. അതിനുശേഷം കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേനും ഫ്രൂട്ട്സ്, അപ്പോൾ കുറച്ച് ആപ്പിൾ എടുത്തിട്ട് അതാണ് ഫ്രൂട്ടായിട്ട് ഇന്ന് എടുത്തിരുന്നത്, ആപ്പിളാണ്. അപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേനും ഒരു ബെറി ഓറിയൻറ്റഡ് ബെറിയുടെ ഫ്ലേവറിലുള്ള ഐസ് സ്റ്റിക്ക്, ബ്ലൂബെറി സ്ട്രോബെറി അങ്ങനെ എന്തൊക്കെയോ ഒരു ബെറി മിക്സ് ചേർന്നിട്ടുള്ള ഒരു ഐസ് കഴിച്ചു. അപ്പോൾ അതിനുശേഷം ലഞ്ചെന്ന് പറയുന്നത് ഇന്ന് പുറത്തുനിന്നായിരുന്നു. അപ്പോൾ ലഞ്ചിൻ്റെ കൂടെ കുറച്ച് പ്ലെയിൻ റൈസ്, വൈറ്റ് റൈസും അതുപോലെ തന്നെ വെജിറ്റബിൾസും, പിന്നെ നമ്മുടെ ബട്ടർ ചിക്കനും ദാൽ കറിയും, പിന്നെ ചിക്കൻ സൂപ്പ്, അങ്ങനെ എന്തൊക്കെയോ കട്ട് ഫ്രൂട്ട്സ്, നാൻ, അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചേർത്തിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ച് കഴിച്ചു. അതിനുശേഷം നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ കുറച്ച് റെഡ് വെൽവെറ്റ് ചീസ് കേക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴിച്ചു സ്വീറ്റായിട്ട്. പിന്നെ മക്കൾക്ക് നമ്മൾ എല്ലാവരും കൂടി പിന്നീട് കുറച്ച് നമ്മുടെ ഒരു സ്പെഷ്യൽ ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോഫി ഓറിയൻറ്റഡ് ഒരു സ്പെഷ്യൽ കേക്ക്, അപ്പം അത് കഴിച്ചു. അപ്പം ഞാൻ മധുരം ഈ കേക്കെന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കുറച്ചാണ് കഴിച്ചത്. ഞാൻ പിന്നെ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അത് കഴിച്ചു. അതിനുശേഷം പിന്നീട് ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേനും നമ്മൾ സ്നാക്കായിട്ട് നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചിരുന്ന കുറച്ച് ചക്ക വറുത്തത്, അപ്പോൾ അത് കഴിച്ചു. അതിനുശേഷം നട്ട്സ് എന്ന് പറയുമ്പോൾ ഒരു 2-3 ഫ്ലേവർ കാഷ്യൂനട്ട്, അത് കഴിച്ചു. പിന്നെ ഡിന്നറിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കിയിരുന്നത് നല്ല അടിപൊളി സോഫ്റ്റ് ചൂട് പുട്ടും അതുപോലെ തന്നെ മുട്ടക്കറിയുമായിരുന്നു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് പുട്ടും മുട്ടക്കറിയും എന്ന് പറയുന്നത്. തേങ്ങാപ്പാലൊന്നും ചേർക്കാതെ കുറച്ച് സ്പൈസി ആയിട്ടുള്ള മുട്ടക്കറി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള ഡിന്നർ എടുക്കുകയാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് അരിപ്പുട്ടാണ്, തേങ്ങ ഒക്കെ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുള്ള. അപ്പോൾ ഇത് എന്ന് പറഞ്ഞ് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും വളരെ ചെറിയ ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയുമായിട്ട് വരുന്നതായിരിക്കും. അടുത്ത ഫുഡ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ എൻ്റെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സും ഡിന്നറും എല്ലാം എൻ്റെ ഇന്നത്തെ കംപ്ലീറ്റ് മീലാണ് ഷെയർ ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.